Single phase induction motor. The single phase induction motor construction is similar to that of three phase induction motor. It also have two main parts, namely rotor and stator. Single phase induction motor construction three phase induction motor പോലെ തന്നെയാണ്. ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാ? സ്റ്റേറ്ററും അതേപോലെ റോട്ടറും. Stator is the stationary part of the induction motor. A single phase supply is given to single phase induction motor. നമ്മൾ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പഠിക്കുന്ന സമയത്ത് കണ്ടു എന്താ, ത്രീ ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ് ഈസ് ഫെഡ് ബൈ എ ത്രീ ഫേസ് എ സി സപ്ലൈ. നമ്മൾ ത്രീ ഫേസ് വൈൻഡിങ്ങിൽ ത്രീ ഫേസ് സപ്ലൈ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനകത്ത് നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈ ആണ് യൂസ് ചെയ്യുക. റോട്ടോർ ഈസ് ദി റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദി ഇൻഡക്ഷൻ മോട്ടോർ. റോട്ടോർ ഇൻ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഓഫ് സ്ക്വിറൽ കേജ് ടൈപ്പ് റോട്ടോർ. റൊട്ടേറ്റിംഗ് പാർട്ട് ഇൻഡക്ഷൻ മോട്ടോറിന്റെ റൊട്ടേറ്റിംഗ് പാർട്ടാണ് റോട്ടോർ. ഇതിൽ ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനകത്ത് സ്ക്വിറൽ കേജ് ടൈപ്പ് റോട്ടോറാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ റോട്ടോർ രണ്ട് ടൈപ്പ് ആണെന്ന് പറഞ്ഞു. ഒന്നെന്താ, സ്ക്വിറൽ കേജ് ടൈപ്പ് റോട്ടോർ. സെക്കൻഡ് വൺ വൗണ്ട് റോട്ടോർ ഓർ സ്ലിപ്പ് റിംഗ് റോട്ടോർ. The stator of single phase induction motor has two parts, one main winding and one auxiliary winding. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ സ്റ്റേറ്റർ വൈൻഡിംഗ് എന്ന് പറയുന്നത് ഇതിന് മെയിനായിട്ട് രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് മെയിൻ വൈൻഡിങ് അല്ലെങ്കിൽ റണ്ണിംഗ് വൈൻഡിങ്, അതേപോലെ ഓക്സിലറി വൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. ഇൻ കേസ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, വെൻ സിംഗിൾ ഫേസ് സപ്ലൈ ഈസ് അപ്ലൈഡ് ടു സിംഗിൾ ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ്, only an alternating magnetic field is produced, which cannot produce any rotating field in the rotor. Only a rotating flux can produce torque. Hence, single phase induction motor are not self-starting. അതായത് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കേസിൽ സിംഗിൾ ഫേസ് എ സി സപ്ലൈ ആണ് സിംഗിൾ ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ സിംഗിൾ ഫേസ് എ സി സപ്ലൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന് ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ കൊടുക്കുന്നു, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനകത്തുള്ളതുപോലെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓൺലി എ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ക്യാൻ പ്രൊഡ്യൂസ് ടോർക്ക്. ടോർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂ, റൊട്ടേറ്റ് ചെയ്യൂല അല്ലെ. അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ മോട്ടോർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഇൻ സ്റ്റേറ്റർ, ഓക്സിലറി വൈൻഡിംഗ് ഈസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദി മെയിൻ വൈൻഡിംഗ്. എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ ഓക്സിലറി വൈൻഡിംഗ് ഇൻ ഓർഡർ ടു സ്പ്ലിറ്റ് ദി സിംഗിൾ ഫേസ് ഇൻ ടു ഫേസസ്. ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കേസിൽ സ്റ്റേറ്റർ വൈൻഡിംഗ് സിംഗിൾ ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ എ സി സപ്ലൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് കണ്ടു. അതുകൊണ്ട് ഇൻഡക്ഷൻ മോട്ടോഴ്സ് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്ററിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്ന് ഓക്സിലറി വൈൻഡിങ്, അതേപോലെ മെയിൻ വൈൻഡിങ്. ഇതിൽ ഓക്സിലറി വൈൻഡിങ് എന്ന് പറയുന്നത് മെയിൻ വൈൻഡിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ കപ്പാസിറ്റർ ഓക്സിലറി വൈൻഡിങ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇൻഡക്ഷൻ മോട്ടോറിനെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഈ സിംഗിൾ ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ ഓക്സിലറി വൈൻഡിങ്ങും അതേപോലെ റണ്ണിംഗ് വൈൻഡിങ്ങും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ സിംഗിൾ ഫേസ് എന്ന് പറയുന്നത് രണ്ട് ഫേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദിസ് മോഡിഫിക്കേഷൻ ഡൺ ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ടു മേക്ക് ദം സെൽഫ് സ്റ്റാർട്ടിംഗ്. ടു മേക്ക് ദി motor self-starting, some starting device or methods are employed in the single phase induction motor. ഇതിൽ ഈ സിംഗിൾ ഫേസിന് ഓക്സിലറി വൈൻഡിങ്ങും അതേപോലെ മെയിൻ വൈൻഡിങ്ങും വരുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്ത് ടു ഫേസസ് ആക്കുന്ന സമയത്ത് ഇതിൽ റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ.